വഴി കണ്ട എന്നെ രസം നോക്കൂ. മുകളിലൊക്കെ ആകാശമൊക്കെ നിൽക്കുന്നത് കണ്ടോ, നല്ല സീനിക്ക് വ്യൂ ആണ്. പടക്കം പൊട്ടുവാ. അപ്പോൾ ഗൈസ്, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ പുറത്താണ്. ദൊഡ്ഡബല്ലാപ്പൂര് അടുത്തുള്ള കുണ്ടലഹള്ളി അങ്ങനെ ഏതോ ഒരു ഗ്രാമത്തിലാണ്. എൻ്റെ മോനെ, ഈ പാടത്തിൻ്റെ ഒക്കെ നടുക്കൂടെ ചെറിയ വഴി കൂടെ ഒക്കെ ഇന്റർസിറ്റിയാണ് ഈ ട്രിപ്പ്. വഴിയിലും മയിലും പശുവും കാളവണ്ടിയും, ശരിക്കും പറഞ്ഞാൽ ഫുള്ളൊരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ അകത്തൊക്കെയാണ് ഇന്റർസിറ്റി. നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെ അടിച്ചതാണ്. റൂമിന്റെ അടുത്തുനിന്ന് 40 കിലോമീറ്റർ ഉള്ളായിരുന്നു. റൂമിന്റെ അടുത്തുനിന്ന് 50 കിലോമീറ്റർ. അപ്പോൾ 50 കിലോമീറ്റർ നമുക്ക് കിട്ടിയത് 750 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് ട്രിപ്പ് ഇല്ലായിരുന്നു. സമയം ഇപ്പം 4 എത്രയായി? സമയം 4 മണിയായിട്ടുണ്ട്. 4:10 ഞാൻ റൂമിൻ്റെ അടുത്ത് 2 മണി മുതൽ ഓൺലൈൻ ഇട്ട് വെച്ചിരുന്നതാണ്. 2 മണി 1:30 മുതൽ ഓൺലൈൻ ഇട്ട് വെച്ചിരുന്നതാണ്. നമുക്കൊരു 2:45 ആയപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. ശരി, എന്നാൽ എടുത്തേക്കാന്ന് വെച്ച് എടുത്ത് പോന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇതിലും ചെറിയ വഴി, ഇതൊന്നുമല്ല, ഇതിലും തീരെ ചെറിയ വഴിയാണ്. 2 സൈഡിലും കൃഷി, ചോളവും മറ്റേ റാഗിയും ജമന്തിപ്പൂവും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. മയിലും പശു, ആട്, ചെമ്മരിയാട്, അങ്ങനെ എല്ലാ സംഭവം കൂടെ ഉള്ള ഒരു ഗ്രാമമാണ്. പക്കാ ഗ്രാമപ്രദേശമാണ്. അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് നേരെ ദൊഡ്ഡബല്ലാപ്പൂര് പോവാണ്. ഇപ്പം ഈ വഴി അല്ല വന്നത് നമ്മൾ വേറൊരു വഴിയാണ് വന്നത്. അപ്പം ദൊഡ്ഡബല്ലാപ്പൂര് പോയി അവിടുന്ന് നേരെ ദേവനഹള്ളി ഹൈവേ പിടിച്ച്, സ്റ്റേറ്റ് ഹൈവേ അല്ല, നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു. ഹൈവേ പിടിച്ച് പോകുമ്പം ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് എയർപോർട്ടിലോട്ടോ അല്ലെങ്കിൽ സിറ്റിക്കകത്തോട്ടോ അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 70 കിലോമീറ്റർ ഓടണ്ട, നമ്മൾ നേരെ റൂമിലോട്ട് പോവാന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ റഫീഖ് എന്നാന്ന് തോന്നുന്നു, റഫീഖ് ബ്രോ കമന്റ് ഇട്ടായിരുന്നു, മടിയനാണല്ലേ എന്ന് ചോദിച്ചു. മടിയല്ല ബ്രോ. അപ്പം നമ്മള് കഴിഞ്ഞ ആഴ്ച 97 മണിക്കൂർ നമ്മൾ ലോഗിൻ ചെയ്തു. അതായത് ഏകദേശം ഒരു 13-14 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലോഗിൻ ചെയ്ത് ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് മടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നല്ലപോലെ നമ്മൾ ഓടിയിട്ടുണ്ട്. പക്ഷേ ഓടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കുറവായിരുന്നു. കഴിഞ്ഞ ആഴ്ച ട്രാഫിക് കൂടുതലായിരുന്നു. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മൊത്തം, ഇപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമ്മൾ മൊത്തം 20,000 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കമ്മീഷൻ 2,800 രൂപ കമ്മീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 17,200 രൂപ 17,200 രൂപയാണ് നമ്മുടെ ഏണിങ്സ് കഴിഞ്ഞ ആഴ്ചത്തെ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ എത്രയാണ്, 3,000 രൂപയ്ക്ക് 3,800 രൂപയ്ക്ക് നമ്മൾ CNG അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 500 രൂപ അവരുടെ റെഗുലാരിറ്റി അഡ്ജസ്റ്റ്മെന്റും ഇൻഷുറൻസും എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ ഏകദേശം ഒരു 6,000-6,500 രൂപ നമുക്ക് റെന്റ് ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അപ്പം 6,500 രൂപ റെന്റും 3,000 രൂപ CNGയും പിന്നെ പഞ്ചറൊട്ടിച്ചൊരു 80 രൂപ പഞ്ചറൊട്ടിച്ചും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഈ ആഴ്ച ഒരു 10-11,000 രൂപ ചിലവുണ്ട്. കിട്ടിയത് 17,000 രൂപയാണ് കിട്ടിയത്. അല്ല, കിട്ടിയത് 17,000 അല്ലല്ലോ. അപ്പം നമ്മുടെ വാടക അല്ല, ഇതിൻ്റെ കമ്മീഷനും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം കയ്യിലൊരു 10,000 രൂപ 9,000 രൂപ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച.
പിന്നെ നമ്മൾ ട്രേഡ് ചെയ്തും കുറച്ച് എമൗണ്ടൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ദൊഡ്ഡബല്ലാപ്പൂർ റോഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ വന്നത് നീലിമംഗല റോഡ് വഴിയാണ് വന്നത്. അപ്പം ഈ റോഡല്ല നമ്മൾ വന്നത് നമ്മൾ ശരിക്കും ഒരു ഫുള്ള് ഗ്രാമത്തിൻ്റെ നടുക്കൂടെയാണ് വന്നത്. അപ്പം ഇത് ദൊഡ്ഡബല്ലാപ്പൂർ റോഡാണ്. ഇതിലെക്കൂടെ നമുക്ക് നേരെ ചവിട്ടി വിട്ടാൽ ദേവനഹള്ളി പോകാം. വഴിയെല്ലാം ഫ്രീ ആണ്, ഒന്നുമില്ല. ഇന്ന് ട്രാഫിക് തീരെ ഇല്ലായിരുന്നു. സിറ്റിക്കകത്തും തീരെ ട്രാഫിക്കും ഇല്ല, ഓട്ടോ ഇല്ല. നമ്മൾ മറ്റേ ഡിമാൻഡ് സോൺ നോക്കൂല്ലോ, ഡിമാൻഡ് സോണിൻ്റെ അകത്ത് നമ്മുടെ ഊബറിൻ്റെ മാപ്പ് കാണുന്ന പോലെ തന്നെയാണ്, ഫുള്ള് വൈറ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഡിമാൻഡ് തീരെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു ദീപാവലി ആശംസകൾ. ദീപാവലി ദിവസത്തെ ഓട്ടമാണ്. ദീപാവലി ദിവസം നമുക്ക് ഓട്ടോ ഇല്ല. പൂജവെപ്പിലൊക്കെ നമുക്ക് അടിപൊളി ഓട്ടമായിരുന്നു. ദീപാവലി ദിവസത്തെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സിറ്റിക്കകത്തല്ല, സിറ്റിയിൽ നിന്ന് ഒരു 25-30 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. അപ്പം എയർപോർട്ട് അടുത്താണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് സിറ്റിയിലെ ഓട്ടം നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഇവിടുന്ന് സിറ്റിയിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് വേറൊരു ഓട്ടോ എടുത്ത് കിട്ടാൻ വഴിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. സിറ്റിക്കകത്ത് താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾ സ്വന്തം വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ്, ബാംഗ്ലൂരൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നല്ല വണ്ടി കിട്ടും. സ്വന്തം പുത്തൻ വണ്ടി എടുക്കാം. പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഇവിടുത്തെ ട്രാഫിക്കിൽ തട്ടും മുട്ടും കുറച്ചിലും ഒക്കെ സഹജമാണ്. അപ്പം പുത്തൻ വണ്ടി എടുത്തിട്ട് എൻ്റെ വണ്ടി വരഞ്ഞ് എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടിയെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ടും ഇവിടെയൊക്കെ ഓരഞ്ഞ് മൊത്തം ഓട്ടോയുടെ പച്ച കളറാണ്. നമ്മുടെ വൈറ്റ് വണ്ടി ഇപ്പോൾ പച്ച വണ്ടിയായി ആ അവസ്ഥയാണ്. അപ്പം ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്ന് ഓടിക്കാൻ താല്പര്യമാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ ഒരു സ്വന്തം വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഏതൊരു ഫ്ലീറ്റിൽ പോയി ഓടി നോക്കിയിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ വെള്ളക്കുപ്പി ഇന്ന് എടുത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും കടയിലൊന്ന് സൈഡിലൊന്ന് നിർത്തിയിട്ട് വെള്ളക്കുപ്പി മേടിക്കണം. ഒസാക്കോട്ടെ 52 കിലോമീറ്റർ, ദൊഡ്ഡബല്ലാപ്പൂർ 3 കിലോമീറ്റർ കാണിക്കുന്നത്. ഒസാക്കോട്ടയ്ക്ക് ഇവിടുന്ന് 52 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നേരെ വിട്ടാൽ ഒസാക്കോട്ടയാണ് പോകുന്നത്. പിന്നെ നേരെ പോയ ദേവനഹള്ളി, പിന്നെ ദേവനഹള്ളിയിൽ നിന്ന് ഒസാക്കോട്ട. നമ്മുടെ NH648 സാറ്റലൈറ്റ് ടൗൺ റോഡ്. ആ നേരെ കാണുന്ന മല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ മല ആണ് നന്ദി ഹിൽസ്. ചവിട്ടി വിടാൻ പറ്റിയ റോഡാണ്, നല്ല അടിപൊളി റോഡ്. 24 കിലോമീറ്ററിന് നമുക്ക് 25 മിനിറ്റാണ് കാണിക്കുന്നത്. 24 കിലോമീറ്റർ പോകാൻ 25 മിനിറ്റാണ് കാണിക്കുന്നത്. മോനെ 100-110 വിടാൻ പറ്റിയ റോഡാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഏതാണ്ട് 110 തോന്നുന്നു. ഇതിൻ്റെ ആണോ അതോ ദേവനഹള്ളി കഴിഞ്ഞിട്ടുള്ളതാണോ? 110 അങ്ങോട്ടുണ്ട് സ്പീഡ് ലിമിറ്റ്. ചവിട്ടി വിടാവുന്നു. അപ്പോൾ നമ്മൾ പിക്കപ്പിന് പോവാണ്. പിക്കപ്പ് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ട്രിപ്പ് എടുത്തപ്പം അത് മജസ്റ്റിക്കിനാണ് കാണിച്ചത്. 650 രൂപ സംതിങ് ആണ് നമ്മൾ കാണിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അപ്ഡേറ്റ് ചെയ്ത്, ഡ്രോപ്പ് ഓഫ് അപ്ഡേഷൻ ചെയ്ത്. അപ്പം നമുക്കൊരു പുള്ളി ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പോൾ 447 രൂപ കാണിക്കുന്നത്. ഇപ്പം ഗൈസ് ആ ട്രിപ്പ് ക്യാൻസലായി. ആ പുള്ളി ഇങ്ങനെ ഡ്രോപ്പ് ഓഫ് അപ്ഡേറ്റ് ചെയ്ത് കളിക്കുമായിരുന്നു. ആദ്യമേ പുള്ളി 2-3-4 വട്ടം പുള്ളി ഡ്രോപ്പ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ക്യാൻസലായി. അത് കഴിഞ്ഞ് പിന്നെ സെയിം ആ ട്രിപ്പ് പിന്നെ അടിച്ച് പിന്നെയും പുള്ളി 3 വട്ടം അതിനകത്ത് ക്യാൻസലാക്കി. അപ്പോൾ ഞാനങ്ങ് റൈറ്റ് തിരിയാനായിട്ട് തുടങ്ങി. പുള്ളിയുടെ പിക്കപ്പ് ലൊക്കേഷൻ അങ്ങോട്ട് തിരിയാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി അത് പിന്നെയും ക്യാൻസലാക്കി. ഇപ്പം നമ്മൾ രാജകുണ്ടെ റോഡിലാണുള്ളത്. രാജകുണ്ടെ. അപ്പോൾ വെറുതെ ഇതിപ്പോൾ പോസ്റ്റായിപ്പോയി. നമ്മൾ ട്രിപ്പില്ലാതെ തിരിച്ചു പോവുകയാണ്.
അപ്പൊ അങ്ങേർക്ക് വേണ്ടി തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ നേരെ അങ്ങ് പോയാലും മതിയായിരുന്നു. ഇപ്പം ആ മൂടങ്ങ് പോയെന്നേ. ഇങ്ങനെ ഓരോരോ വാഹനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? 2 ട്രിപ്പ് ആകുമ്പോൾ 1500 രൂപ കയറേണ്ട സമയമായി. ഇതുകൂടെ ആകുമ്പോൾ 1500 ആയല്ലോ എന്നൊക്കെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ വാഹനത്തരങ്ങൾ കാണിക്കുന്നത്. എന്താ ചെയ്യുക? ഇനിയിപ്പം ഈ ഒരു ഏരിയയിൽ നമ്മളൊരു 8 കിലോമീറ്ററിൽ ട്രിപ്പൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങ് അവിടെ ഒരു സ്പോർട്സ് സ്കൂളൊക്കെ ഉണ്ട്. അപ്പം അവിടം വരെയൊക്കെ ചെന്നാലേ ഉള്ളൂ ഇനി ട്രിപ്പ് കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണമായിരുന്നു. ആ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവർ മറ്റേതെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് അടിച്ചാനെ. അല്ല പിന്നെ ദേവനഹള്ളി പോകണം. ദേവനഹള്ളി പോയാലും ട്രിപ്പിൻ്റെ കാര്യമൊക്കെ കണക്കാണ്. എന്നാലും ഇവിടെ തന്നെ പോവാം. ഈ സിറ്റിക്ക് പുറത്തൊക്കെ നമുക്ക് നല്ല രസമാണ് വണ്ടി ഓടിക്കാനും ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ നല്ല രസമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, പുറത്തൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴത്തേന് ഈ വേഗത്തിൻ്റെ ഇടയിൽ കൂടെ മറ്റേ സൂര്യരശ്മിയൊക്കെ അടിക്കുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓരോ അങ്ങ് ദൂരെയുള്ള ബിൽഡിംഗ് ഒക്കെ നല്ല ഇങ്ങനെ ട്യൂബ് ലൈറ്റ് ഇട്ട പോലെ തിളങ്ങിയൊക്കെ നിൽക്കുന്നത് പുറത്ത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ക്യാമറയ്ക്കകത്ത് കൂടെ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തരിശായിട്ട് വേറെ അങ്ങ് ദൂരെ വരെ കാണാവുന്ന വ്യൂ ആണുള്ളത് എല്ലായിടത്തും. സിറ്റിക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തടുത്ത വീടും കെട്ടിടമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കെട്ടണമെന്നില്ല. ഇപ്പം ഇവിടെ നിന്നൊക്കെ ഞാൻ ഈ റൈറ്റ് സൈഡിലോട്ടൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ മരത്തിൻ്റെ ഗ്യാപ്പൊക്കെ മരമൊക്കെ ഇല്ലാത്ത സ്ഥലത്തെ നല്ല വ്യൂ ആണ്. ഇപ്പോൾ ദൂരോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ ചായ കുടിക്കാമല്ലോ എന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. അപ്പോൾ ചായ കുടിക്കാതെ ഞാൻ വെള്ളവും മേടിച്ച് ഇനി വണ്ടിയിലോട്ട് കയറി. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്താം. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ സ്ഥലങ്ങൾ വിൽക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊക്കെ അങ്ങ് ഡെവലപ്മെന്റ് കുറവായിരിക്കും. എന്നാലും ഇവിടെ ഈ വില്ല പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മറ്റേ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നവരും അങ്ങനെ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ സ്ഥലമൊക്കെ മേടിച്ചിടുന്നത്. ഇവിടെ എല്ലാം ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്ന എല്ലാം ഓരോ മറ്റേ ലേ ഔട്ട് പോലത്തെ ഫ്ലാറ്റിൻ്റെ സംഭവമാണ്. ഇതേപോലെയായിരുന്നു സിറ്റിക്കകത്ത് വഴി എന്നുണ്ടെങ്കിൽ നാലേച്ച് നോക്കിയാൽ പൊള്ളിപ്പനല്ലേ അച്ചടി വെച്ചലക്കി അങ്ങ് പോകായിരുന്നു. എന്താ നൈസ് റോഡ്, നൈസ് റോഡല്ല നൈസ് റോഡ്. മോനെ അങ്ങ് ദൂരം മല കാണാം. നല്ല വെയിലടിക്കുന്നുണ്ട് മുഖത്തൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സുഖമുള്ളൊരു വെയിലാണ്. വഴിയുണ്ട് 8-10 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് നേരെയുള്ള വഴിയാണ്. ചവിട്ടി വെച്ചലക്കൊന്ന് പോയാൽ മതി. പിന്നെ ഈ സിറ്റിക്ക് പുറത്തുള്ള ഒരു ഗുണം ഇതാണ്, മിക്ക വഴി ഇങ്ങനെ സ്ട്രെയിറ്റ് വഴിയായിരിക്കും. അപ്പോൾ നേരെ വിട്ട് പോകാം. വഴിയൊക്കെ നമുക്കിങ്ങനെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ നമുക്ക് പോകാം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എക്സ്പ്രസ് വേ ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷനാണ് എല്ലാത്തിൻ്റെയും മെയിൻ. ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ എന്ത് ഒരു സാധനം ഒരു സ്ഥലത്തുനിന്ന് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് എത്രയും വേഗം എത്തിക്കാൻ പറ്റുന്നത് അത്രയും നല്ലതല്ലേ. ഇപ്പം ഇവിടുന്ന് അമേരിക്ക വരെ റോഡുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും റോഡിൽ കൂടെ നമുക്ക് പോവോ? ഇല്ല, ഫ്ലൈറ്റ് കയറിയേ പോകത്തുള്ളൂ. ഓ ആ വണ്ടി കണ്ട, ആ വണ്ടിയുടെ കുണ്ടി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുക. കൂടുതലാണ്. നല്ല നല്ല വഴികളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ നാടിന്റെ പുരോഗതിക്കൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് നേരത്തെ പോയ വഴി അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. മയിലൊക്കെ നല്ല മയിൽപ്പീല നീളത്തിൽ ഇരിച്ചിട്ടില്ല, മറ്റേ നിൽക്കുകയാണ് അവൻ. ആ വഴിയുടെ നടുക്ക് അങ്ങ് നിൽക്കുമായിരുന്നു.
ധർമ്മഗിരി ക്രോസ്. ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ അടി വരും. ഇവിടെ ഞാൻ പറഞ്ഞത് ആ സ്കൂള് ഇതാണ്. അപ്പം ഒരു സ്പോർട്സിന്റെ സ്പോർട്സ് സ്കൂൾ അങ്ങോട്ടാണ്. സ്റ്റോൺ ഹിൽ ഇന്റർനാഷണൽ സ്കൂൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ വായത്താളടിച്ച് വീഡിയോയുടെ നീളം അങ്ങ് കൂടിപ്പോയല്ലോ. എനിക്ക് മിക്കപ്പോഴും ഇങ്ങോട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്കൂളിൻ്റെ അങ്ങോട്ട് ഡ്രോപ്പും കാര്യങ്ങളും വരാറുണ്ട്, മിക്കപ്പോഴും വരാറുണ്ട്. ദ്രാവിഡിന്റെ മറ്റേ ക്രിക്കറ്റ് അക്കാദമി അതാണ് കേട്ടോ. അത് തന്നെ ദ്രാവിഡ് സെന്റർ ഫോർ സ്പോർട്സ് എക്സലൻസ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ദ്രാവിഡിൻ്റെ അക്കാദമിയിൽ നിന്നാണ് ട്രിപ്പ് കിട്ടിയേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഹെബ്ബാളാണുള്ളത്. നമുക്ക് അവിടുന്ന് ആ ദ്രാവിഡിൻ്റെ അവിടുന്ന് നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ബാക്ക് നമുക്ക് ട്രിപ്പ് കിട്ടി. അതും ഡ്രോപ്പ് ലൊക്കേഷനിൽ തന്നെ നമുക്ക് ട്രിപ്പ് കിട്ടി. ഒന്നാമത്തെ ആ ദ്രാവിഡിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഹൊസാഹള്ളി ഒരു ഗോദ്രേജിൻ്റെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെയാണ് നമുക്ക് ഡ്രോപ്പ് വന്നത്. അത് ഓൺലൈനായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ അടിച്ചില്ലെങ്കിൽ റൂമിലോട്ട് പോകാമെന്ന് കരുതിയാണ് അങ്ങ് ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തതിന് മുമ്പ് തന്നെ നമുക്ക് അവിടുന്ന് തന്നെ ട്രിപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ഡ്രോപ്പ് വന്നത് BSF ക്യാമ്പസിലേക്കായിരുന്നു. അപ്പം BSF ക്യാമ്പസ് കഴിഞ്ഞ് പിന്നെ ഫീനിക്സ് മാളിലേക്ക് കിട്ടി. ഫീനിക്സ് മാളിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് കിട്ടിയത് ഇങ്ങോട്ടാണ്. അപ്പോൾ എല്ലാം നമുക്ക് അടുപ്പിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ 5 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1570 രൂപയ്ക്കാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി പോകുവാണ്. സമയം 6:30 ആയപ്പോൾ ഇരുട്ടായി. അപ്പോൾ ഞാൻ മാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഇത് ബാൻസവാടിക്കാണ് കാണിച്ചിരുന്നത്, നോക്കട്ടെ. മാപ്പ് നോക്കിയില്ലെങ്കിൽ നമ്മുടെ വഴിതെറ്റി പോകും. ഇവിടുത്തെ കുഴപ്പം നമ്മൾ മാപ്പില്ലാതെ നമുക്ക് അങ്ങാനേ പറ്റത്തില്ല. മാപ്പ് നമുക്ക് നോക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാനേതായാലും നോക്കട്ടെ. പിന്നെ റെന്റ് വന്നിട്ടുണ്ട്, റെന്റ് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് തേപ്പാണ് നമുക്ക്. ഓക്കെ, മാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെന്റ് എൻ്റെ കാൽക്കുലേഷനൊക്കെ ഇങ്ങ് ഫുള്ള് തെറ്റിപ്പോവാണ്. റെന്റ് വന്ന് 8100 രൂപ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നത് അവന്മാർ എടുത്ത് കളഞ്ഞ്. നേരത്തെ നമുക്ക് 6 ദിവസം ഓടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം 7 ദിവസത്തെ നമുക്ക് പിടിക്കുന്നുണ്ട്. 7 ദിവസത്തെ വാടക നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പം റെൻ്റ് എമൗണ്ട് 5400 5360 രൂപയോ 400 സംതിങ് വന്നിട്ടുണ്ട്. പിന്നെ 500 രൂപ അവന്മാരുടെ പടിയായിട്ടുള്ളത് റെഗുലാറ്ററി അഡ്ജസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും പറഞ്ഞ് 500 രൂപ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നേക്കുന്ന ഊബറിൻ്റെയാണ് തേപ്പ് വന്നേക്കുന്നത്. അത് 2500 രൂപ വന്നിട്ടുണ്ട്. നമ്മുടെ ടോളും എല്ലാം കുറച്ചിട്ടേ 2500 രൂപ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഓടിയേക്കുന്ന എമൗണ്ട് 20,000 രൂപ. ഞാൻ പിന്നെ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിനി കറക്റ്റായിട്ടൊന്ന് കണക്ക് നമ്മൾ ഓടിയിട്ട് 20,000 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. 20,000 രൂപയ്ക്കകത്ത് ഊബറിൻ്റെ കമ്മീഷനും നമ്മുടെ വണ്ടി റെൻറ്റും ചേർത്താണ് 8100 രൂപ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ അടവ് വന്നേക്കുന്നത് CNG അടി വന്നേക്കുന്നത് 3800 രൂപ. അപ്പം 4000 രൂപ കൂട്ടിക്കുക, പെട്രോളും കൂടി 4000 രൂപ. അപ്പം നമുക്ക് ഈ മാസം വന്നേക്കുന്നത് 8ഉം 4ഉം 12,000 രൂപ ചിലവും ബാക്കി 8000 രൂപയാണ് നമുക്ക് ഈ ആഴ്ചത്തെ വണ്ടി ഓടി നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. എന്നാലും ഈ ആഴ്ച നമുക്ക് 1 പോസ്റ്റാണ്. നമ്മൾ ഏകദേശം 100 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ ലോഗിൻ ചെയ്തു. അതായത് ഒരു ദിവസം നമ്മൾ 13-14 മണിക്കൂർ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്താണ് വന്നേക്കുന്നത്.
വീട് മുഴുവൻ പടക്കം വെച്ച് പൊട്ടിക്കുകയാണ്. എൻ്റെ മോനെ വഴി നീളെ പടക്കം പൊട്ടി ഒരു രക്ഷയില്ല കേട്ടോ. പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവിടെയൊക്കെ ഒന്ന് പൊട്ടിക്കുന്നുണ്ടോ? എന്താ ചെയ്യാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പടക്കം പൊട്ടുവാ. നേരത്തെ ഒരുത്തൻ ഒരു വാണം വിട്ടിട്ട് അത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ അപ്പുറത്തെ വീടിന്റെ അകത്തോട്ട് പോയി. അപ്പോൾ സമയം 8:17 ആയിട്ടുണ്ട്. നമ്മളിപ്പം 8 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി. 1933 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. അപ്പം നമ്മളേതായാലും ഇപ്പോൾ പരിപാടി നിർത്തുവാണ്. കാരണം വഴി മുഴുവൻ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുവാണ്. അപ്പോ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇട്ടാണ് പൊട്ടിക്കുന്നത്. വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പടക്കം പൊട്ടിച്ച് അതെ സീനാണ്. നമ്മൾ വണ്ടി കൊണ്ട് കയറുമ്പോഴായിരിക്കും അവന്മാർ ഇവിടെ നിർത്തും അവിടെ പടക്കം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മുടെ വണ്ടിയുടെ അടിയിലൊക്കെ ഇരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ വരുന്ന സീനാവും. നേരത്തെ ഒരു വാണം വിട്ടത് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് അപ്പുറത്തെ വീട്ടിലോട്ട് പോയത്. ഞാൻ ഗ്ലാസും തുറന്നിട്ടേക്കുമായിരുന്നു. എങ്ങാണ്ട് നമ്മുടെ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അത് കാരണം നമ്മൾ പരിപാടി ഇപ്പം നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകാൻ തോന്നുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളിത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം നോക്കട്ടെ, ഞാൻ വേറെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. വഴിയിട്ട് പൊട്ടിക്കുന്നതൊക്കെ. അപ്പോൾ ശരി.